വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. അടുത്ത പോയിന്റ് നങ്ങ്യാർകുളങ്ങരയാണ്. അവിടെ നിന്ന് ജോസി ബാബു ചേരുന്നു. ജോസി, അവിടെയും ഒരുപാട് ആളുകളാണോ VS-നെ കാണാനായി കാത്തിരിക്കുന്നത്? നങ്ങ്യാർകുളങ്ങരയിലെത്തിയോ വിലാപയാത്ര? അല്പസമയത്തിനകം നങ്ങ്യാർകുളങ്ങരയിലേക്ക് ഈ വിലാപയാത്ര എത്തും. കരിയിലക്കുളങ്ങര പിന്നിട്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ റിപ്പോർട്ടുകളിൽ പങ്കുവച്ചതുപോലെ ശക്തമായ മഴ ഇടവിട്ട് അനുഭവപ്പെടുന്നുണ്ട്. മഴയും കൂസാക്കാതെ ആളുകളുടെ വലിയ നിര നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് കരിയിലക്കുളങ്ങര ഇങ്ങോട്ട് പിന്നിട്ട് രാമപുരത്തൊക്കെയും ആളുകൾ റോഡരികിൽ ഇങ്ങനെ നീണ്ട നിരയായി ഇങ്ങനെ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കരിയിലക്കുളങ്ങര കഴിഞ്ഞാൽ ഔദ്യോഗികമായി അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നങ്ങ്യാർകുളങ്ങരയിലാണ്. പക്ഷേ അതിനിടയിൽ രാമപുരം പോലുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ആളുകൾ കൂടി നിൽപ്പുണ്ട് VS-നെ അവസാനമായ ഒരു നോക്ക് കാണാൻ. മഴയും കൂസാക്കാതെയാണ് അവർ ഓരോരുത്തരും നിൽക്കുന്നത്. പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും ആളുകളുടെ വലിയ നിര അനുഭവപ്പെടുകയാണ്. പോലീസും റെഡ് വാളണ്ടിയർമാരുമൊക്കെയും നന്നേ പണിപ്പെട്ടാണ് വിലാപയാത്ര മുന്നോട്ട് വിടുന്നത്. ആളുകൾ അതുപോലെ തന്നെ വലിയ VS-ന് കാത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ ഇന്നലെ മുതൽ ഇങ്ങനെ ഈ വിലാപയാത്രയുടെ സമയക്രമീകരണം TV-യിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെയും നോക്കിയറിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണിപ്പോൾ. വിലാപയാത്ര കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അടുക്കും തോറും അവർ ആ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഹരിപ്പാട് KSRTC ജംഗ്ഷനുണ്ട്, അതിനുശേഷം ഡാണാപ്പടിയുണ്ട്, അങ്ങനെ അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ജംഗ്ഷനുണ്ട്. അങ്ങനെ ആ സ്ഥലങ്ങളിലൂടെയൊക്കെയും വിലാപയാത്ര കടന്നു പോകേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടി VS-ന്റെ പറവൂരിലെ വീട്ടിലേക്ക് വിലാപയാത്ര എത്തും എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു. വിലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും തുടങ്ങിയത്. പക്ഷേ തിരുവനന്തപുരം ജില്ല തന്നെ കടക്കാൻ 10 മണിക്കൂറിലേറെ സമയമെടുത്തു. ഇന്ന് പുലർച്ചെ 12:30 കൊല്ലം ജില്ലയിലേക്ക് പാരിപ്പള്ളിയിലേക്ക് വിലാപയാത്ര പ്രവേശിച്ചത്. എന്തായാലും ഇപ്പോഴും ആളുകളുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. ആളുകളോട് നമുക്ക് തന്നെ ചോദിക്കാം, എത്ര സമയമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്? 1 മണിക്കൂറായി, 1 മണിക്കൂർ കൂടുതലായി. 2 മണി വരെ TV-ക്കകത്ത് ഇങ്ങനെ ഓരോന്ന് കണ്ടോണ്ട് തന്നെ എവിടെ എത്തുന്നു. എന്നിട്ട് ഇപ്പം ഏതാണ്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പാസ് ചെയ്ത് വരാനുള്ള താമസം കൊണ്ടാണ് 1 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തി. മഴയൊരു പ്രശ്നമാണോ? മഴ പ്രശ്നമൊന്നുമല്ല, മഴയാണെങ്കിലും ആളുകളെത്തും. നല്ല ആൾക്കാരുടെ വില കണ്ടോ, നല്ല രീതിയിൽ നടക്കുന്നത്. കള്ളത്തരവും മറ്റുള്ളതും കാണിച്ചാലേ ഈ ജനം കാണത്തില്ല. അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കുള്ള സ്നേഹവും അംഗീകാരമാണല്ലേ. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, പക്ഷേ VS എന്ന് പറയുന്ന ആ മകൻ വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹം ബഹുമാനം കൊണ്ടുവന്ന അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ. എന്തായാലും ഇങ്ങനെയാണ് സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ. അവരോരോരുത്തരും അങ്ങനെ VS-നെ യാത്രയാക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നാം പിന്നിടുന്ന ഓരോ വീഥികളിലും ഇങ്ങനെ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ കാണാം. അവരിങ്ങനെ മഴ നനഞ്ഞും അതോടൊപ്പം മറ്റു ബുദ്ധിമുട്ടുകളൊക്കെയും സഹിച്ചാണ് ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇന്നലെ കടന്നു പോകുമെന്ന് പറഞ്ഞ വിലാപയാത്ര ഇപ്പോഴും ഇവിടം കടന്നു പോയിട്ടില്ല. ഇനിയും ഏറെ വൈകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ആളുകൾ ഇങ്ങനെ ഈ പ്രധാന കേന്ദ്രങ്ങളിലല്ലാതെ നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ കാത്തുകെട്ടി കിടപ്പുണ്ട്. എന്തായാലും VS എന്ന 2 അക്ഷരം, VS പങ്കുവച്ച രാഷ്ട്രീയം, VS പങ്കുവച്ച അനുഭവങ്ങൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെയും ആളുകളുടെ ഈ സ്നേഹപ്രകടനത്തിലും സ്നേഹവായ്പിലുമുണ്ട്. എന്തായാലും VS-നെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഈ മണിക്കൂറുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന നങ്ങ്യാർകുളങ്ങരയിലടക്കം. ജോസി, ഇങ്ങനെയാണ്, ഇത്ര പതുക്കെയാണ് വിലാപയാത്ര പോകുന്നതെങ്കിൽ ഇനി എത്ര മണിക്കൂർ കൊണ്ട് അവിടെ വേലിക്കകത്ത് വീട്ടിലെത്താൻ കഴിഞ്ഞേക്കും? മഴയുടെ ഒരു പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടത്തും തടസ്സങ്ങളുണ്ട്. പക്ഷേ പോലീസ് പരമാവധി സ്ഥലങ്ങളിൽ വേഗത്തിൽ ഈ വിലാപയാത്രയ്ക്ക് കടന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിസന്ധി, വെല്ലുവിളി VS-നെ സ്നേഹിക്കുന്ന ആളുകളുടെ വലിയ പ്രവാഹം, അണമുറിയാത്ത പ്രവാഹം ഈ മണിക്കൂറുകളിലും ഇങ്ങനെ തുടരുന്നു എന്നതാണ്. ആളുകൾക്ക് VS-നെ കണ്ട് മടങ്ങാൻ കഴിയൂ. നമ്മളോടിപ്പോൾ പ്രതികരിച്ച ആൾ പോലും പറയുന്നു, അദ്ദേഹം
രാഷ്ട്രീയമായി വി എസിനോട് ഒപ്പം നിൽക്കുന്ന ആളല്ല. പക്ഷേ വി എസ് എന്ന ആ നേതാവ് അത്രത്തോളം തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തനിക്ക് വി എസിനെ കാണാതിരിക്കാൻ കഴിയില്ല. ഇന്ന് പുലർച്ചെ വരെ ടി വി കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം സമയക്രമീകരണം നോക്കി ഇവിടേക്ക് എത്തി ഇവിടെ കാണാൻ നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ രീതിയിൽ വിലാപയാത്ര മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 10 മണിക്കും 11-10:30 ശേഷം മാത്രമായിരിക്കും അവിടെ എത്താൻ കഴിയുക, പറവൂരിലെ വീട്ടിലേക്ക്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുമൊക്കെ പോവുക. എന്തായാലും വലിയ ചുടുകാടിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിലടക്കം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കാലതാമസം സ്വാഭാവികമായും ബാധിക്കും. അത്തരം ക്രമീകരണങ്ങൾ ഇതിനോടൊപ്പം നടത്തേണ്ടതുണ്ട്. വലിയൊരു സംഘം മാധ്യമപ്രവർത്തകരും പോലീസും അതോടൊപ്പം പൊതുപ്രവർത്തകരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ കൊല്ലത്ത് ഒക്കെ അടക്കം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള വലിയ തിരക്ക്, കൊല്ലം നഗരത്തിലെ അടക്കം വലിയ തിരക്കായിരുന്നു, മണിക്കൂറുകൾ നീണ്ട തിരക്കായിരുന്നു കാവനാട്ടും അതോടൊപ്പം കരുനാഗപ്പള്ളിയിലുമൊക്കെയും അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലേക്കുള്ള പ്രവേശന കവാടമായ KPSC ജംഗ്ഷനിലുമൊക്കെയും നമ്മൾ രാവിലെ കണ്ടതാണ് ആളുകളുടെ ഒരു വലിയ നിര. ആ നിര ഇപ്പോഴും ഇവിടെ തുടരുന്നു. വി എസിന് തങ്ങളുടെ സ്നേഹവായ്പകൾ, തങ്ങളുടെ അവസാനത്തെ അന്ത്യാഭിവാദ്യം വി എസിന് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ വി എസിനെ സ്നേഹിക്കുന്ന ആളുകൾ, പാർട്ടി പ്രവർത്തകർ, ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികൾ, വയോധികർ, അങ്ങനെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട എല്ലാ സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ളവരെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വി എസ് എത്രമാത്രം പ്രിയങ്കരനായിരുന്നു നാടിന്, വി എസ് ഉയർത്തിയ രാഷ്ട്രീയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു, വി എസ് എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ അടയാളപ്പെടുത്തുന്നു കേരള സമൂഹത്തിലെന്നത് തെളിയിക്കുന്നതാണ് ഈ പാതയോരങ്ങളിലെ കാഴ്ചകൾ. എന്തായാലും നങ്ങ്യാർകുളങ്ങരയിലടക്കം നേരത്തെ കണ്ട എല്ലാ ഇടങ്ങളിലും ഈ സമാനമായ രീതിയിലാണ് ആളുകളുടെ ഒരു ഒഴുക്ക് അനുഭവപ്പെടുന്നത്. കണ്ണിമുറിയാതെ ഇങ്ങനെ എല്ലായിടങ്ങളിലും ആളുകൾ നേരം വെളുക്കുവോളം ഉറക്കമഴിച്ചിരുന്ന് കാത്തിരുന്ന ആളുകളെ നാം കണ്ടു. പലരും ഇന്നലെ വൈകിട്ടൊക്കെയും ഈ വിലാപയാത്ര ഇതിലേ കടന്നു പോകുമെന്നായിരുന്നു പല പോയിന്റുകളിലും കരുതിയിരുന്നത്. പക്ഷേ 10-12 മണിക്കൂർ വൈകി വിലാപയാത്ര എത്തുമ്പോഴും അവർ പ്രിയ നേതാവിനെ കാണാൻ അവിടെ തന്നെ ആ സ്ഥലങ്ങളിൽ തന്നെ കാത്തു നിൽക്കുന്നൊരു കാഴ്ച, അല്ലെങ്കിൽ ടി വിയിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെയും സമയക്രമീകരണം നോക്കി അതനുസരിച്ച് ഓടിയെത്താനുള്ളൊരു വ്യഗ്രത, അല്ലെങ്കിൽ അതിനൊരു ഒരു ജാഗ്രത അവർ കാണിക്കുന്നു. അവർക്ക് പി എസിനെ കണ്ടേ മടങ്ങൂ എന്നാണ് പങ്കുവെക്കുന്ന പ്രതികരണങ്ങളിൽ എല്ലാവരും പറയുന്നത്. ഈ നിലയ്ക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ 1-2 മണിക്കൂറോ എടുക്കും ഇനിയും പറവൂരിലെ വീട്ടിലേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം എത്താൻ. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പരമാവധി വേഗത്തിൽ ആളുകളെ കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ വിലാപയാത്ര മുന്നോട്ട് പോകുവാൻ പോലീസും റെഡ് വാളണ്ടിയർമാരും ഒക്കെ പരിശ്രമിക്കുമ്പോഴും ആളുകളുടെ ഒരു ഒഴുക്കും അതോടൊപ്പം തന്നെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസന്ധികളും മഴയുമൊക്കെയും ഈ വിലാപയാത്ര അല്പം വൈകാൻ ഇടയാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ക്ഷമ മുറിയാതെ, അല്ലെങ്കിൽ പരിഭവങ്ങളില്ലാതെ പ്രിയ നേതാവിന് മുഷ്ടി ചുരുട്ടി കണ്ണേ കരളെ വി എസ് എ അന്ത്യാഭിവാദ്യമേൽ അർപ്പിക്കുന്നുവെന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ച് പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ദിവ്യ, ജോസി, ഇപ്പോഴും നല്ല മഴയാണോ അവിടെ? ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കുടചൂടി മാത്രമാണ് നിൽക്കാൻ കഴിയുക. മഴ ശക്തമായി അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അല്പം നേരിയ അയവ് സംഭവിച്ചു, മഴയ്ക്ക് അയവുണ്ട്. പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന വാഹനങ്ങളുടെ ഒഴുക്കിനും അതോടൊപ്പം തന്നെ ആളുകൾ കടന്നു പോകുന്നതിനും ഈ പൊതുദർശനത്തിനുമൊക്കെയും ഒരു കാലതാമസം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് പരമാവധി ഇപ്പോൾ വാഹനം ത്തിൽ ആളുകളെ കയറ്റാതെ പുറത്തുനിന്ന് കാണുന്നതിനുള്ള ക്രമീകരണമാണ്. വാഹനം നിർത്താതെ വെല്ലെ മുന്നോട്ട് പോവുകയാണ് പലയിടത്തും ചെയ്യുക. അപ്പോൾ പോലും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകൾക്ക് കാണേണ്ടതുണ്ട്. ഇരുവശവുമുള്ള ചില്ലിലൂടെ, ഗ്ലാസുകളിലൂടെ ഇവർ പല ആളുകളും വി എസിനെ കാണുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നു എന്നതാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ഇനി ഇവിടെ നിന്നും ഹരിപ്പാട്ടേക്ക് പോകണം. ഹരിപ്പാട് KSRTC ജംഗ്ഷൻ കഴിഞ്ഞ് ഡാണാപ്പടി ഉണ്ട്. ഡാണാപ്പടി കഴിഞ്ഞ് വണ്ടാനത്തേക്ക് പോകും. അങ്ങനെ ദൂരം ഇനിയും പിന്നിടാനുണ്ട്. ഒരുപാട് ഔദ്യോഗികമായ
ക്രമീകരണം അന്ത്യാഭിവാദ്യം നൽകുന്നതിനായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമപുരം പോലെ ഇപ്പോൾ നമ്മൾ ഈ വന്ന വഴി കണ്ട പോലെ പലയിടത്തും ആളുകളിങ്ങനെ കൂടി നിൽക്കുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കുട ചൂടിയും മഴക്കോട്ട് ധരിച്ചും പലരും മഴ നനഞ്ഞുമൊക്കെയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ജന്മനാട്ടിലേക്ക് അവസാനമായി വരുന്ന VSനെ കാണാൻ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അണമുറിയാതെ ആ ഒഴുക്കിപ്പോഴും തുടരുകയാണ്. ആളുകളുടെ സ്നേഹം അത്രമേൽ വലുതാണ്. മഴയെ അവർ കൂസാക്കുന്നില്ല. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെയും സമയം വൈകിയതിനെ ഒന്നും അവർ കൂസാക്കുന്നില്ല. അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനാണ് VS എന്നാണ് അവരുടെ ഓരോരുത്തരുടെയും വാക്കുകളും പ്രതികരണങ്ങളും വ്യക്തമാക്കുന്നത്.